കാനഡയിലെ ടൊറന്റോ പിയേഴ്സൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡിംഗിനിടെ തലകീഴായി മറിഞ്ഞു. 18 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഒരു കുട്ടിയടക്കം 3 പേരുടെ നില ഗുരുതരമാണ്. മോശം കാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും അപകടത്തിന് കാരണം എന്നാണ് വിലയിരുത്തൽ. The facts of the matter around this event that happened at approximately 2:30 p.m. is Delta Airlines Flight 4819 from Minneapolis to Toronto, operated by subsidiary Endeavour Air, was involved in a single aircraft accident upon landing at Toronto Pearson. The plane was carrying 4 crew and 76 passengers, among them 22 Canadians. The other passengers were multinational. Airport emergency workers mounted a textbook response, reaching the site within minutes and quickly evacuating the passengers. 17 injured passengers were quickly taken to local area hospitals. At this time, we do not know of any of those passengers having critical injuries. സജിമോൻ ആന്റണി വിവരങ്ങൾ പങ്കുവെക്കും. സജിമോന് 80ഓളം യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. എന്താണ് ലഭിക്കുന്ന വിവരം? 18 പേർക്ക് പരിക്ക് എന്നുള്ളത് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? യാത്രക്കാർ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ സുരക്ഷിതരാണോ? തീർച്ചയായിട്ടും വളരെ വളരെ മോശം ഒരു ന്യൂസ് ആണ് ഇത്. എന്നാൽ ഇത് 5ാമത്തെ ഇൻസിഡന്റ് ആണ് കഴിഞ്ഞ 3 ആഴ്ചയിൽ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, സ്റ്റാർട്ടിങ് തുടങ്ങിയത് വാഷിംഗ്ടൺ DC-യിലാണ്. അവിടുത്തെ ആ ആക്സിഡന്റിൽ 67 പേര് മരിച്ചു. അതിനുശേഷം പിന്നെ പെൻസിൽവേനിയയിൽ അവിടെ 7, പിന്നെ ഫ്ലോറിഡ അവിടെ 1, പിന്നെ അലാസ്കയിൽ 10. ഇത് 5ാമത്തെ ഇൻസിഡന്റ് ആയിട്ട് ഇവിടെ ടൊറന്റോയിൽ വന്നിരിക്കുന്നു. ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആർക്കും സോഫാർ ആളപായം ഉണ്ടായിട്ടില്ല. തങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ മൊത്തം 80 പേരായിരുന്നു ഈ ഫ്ലൈറ്റിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 76 പാസഞ്ചേഴ്സും 4 ക്രൂ മെമ്പേഴ്സും. വളരെയധികം കുഡോസ് അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻസ് ഫ്ലൈറ്റ് അറ്റൻഡൻസിനും അതുപോലെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിനും പോകുന്നുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് ഈ 80 പാസഞ്ചേഴ്സും സീറ്റ് ബെൽറ്റിൽ ഹുക്ക് ചെയ്ത് അപ്സൈഡ് ഡൗൺ ആയിട്ട് കൂരിരുട്ടില് ഒരു സൈഡിൽ നിന്ന് പുകയും അതുപോലെ തീയും വരുന്ന സാഹചര്യത്തിൽ പോലും അവർ വളരെയധികം കോഷ്യസ് ആയിട്ട് ഈ 76 പാസഞ്ചേഴ്സെയും പുറത്തെടുക്കുകയും അതോടൊപ്പം തന്നെ അവരും എസ്കേപ്പ് അടിക്കുന്ന ആ ഒരു നല്ല വാർത്തയാണ് ഇതിനകത്തുള്ളത്. അനലിസ്റ്റുകൾ പറയുന്നത് ഈ ഒരു തരത്തിലുള്ള ഒരു ആക്സിഡന്റിനകത്ത് അവർ എക്സ്പെക്ട് ചെയ്തില്ല, ഇതിനും വലിയൊരു കാഷ്വാലിറ്റി ആയിരുന്നു. എന്നാൽ ദൈവകൃപയാൽ അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അനുസരിച്ച് 18 പേരാണ്. അതിൽ ഏകദേശം 3 പേരുടെ നില കുറച്ച് ഗുരുതരമാണ്, ഒരു പിഞ്ചുകുട്ടി ഉൾപ്പെടെ. ബാക്കിയുള്ളവർക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ 3 ആഴ്ച മുമ്പ് പറഞ്ഞു കൊടുക്കുക തന്നെ വളരെയധികം നിരാശാജനകമാണ് എയർ ട്രാവൽസ്. ഈ 5 ആക്സിഡന്റും ഒന്നിനോട് സാമ്യപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല അനലിസ്റ്റുകളുടെ അല്ലെങ്കിൽ എക്സ്പേർട്ടുകളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഓരോരോ റീസൺ കാരണം ഇത് വരികയാണ്. അറിയാൻ കഴിയുന്നത് 40 മൈൽസിൽ വേഗത്തിൽ ശക്തമായ കാറ്റുണ്ടായിരുന്നു ഈ ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത്. അതോടൊപ്പം അതിശക്തമായ മഞ്ഞുവീഴ്ചയും ഉണ്ടായിരുന്നു. മഞ്ഞുവീഴ്ച ഈ ഒരു റീജിയനിലെ, പ്രത്യേകിച്ച് കാനഡ ടൊറന്റോ ഏരിയയിൽ അല്ലെ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ വളരെയധികം ഒരു പുതിയ പ്രതിഭാസമല്ല, കോമൺ ആണ് ഈ ഒരു ഫെബ്രുവരിയുടെ സമയത്ത്. എന്നാൽ കാറ്റും അതിശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും ഒരുപോലെ ഉണ്ടായിരുന്നു. അതൊരു റീസൺ ആയിട്ട് പറയപ്പെടുന്നു. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ. എന്താണ് അടിസ്ഥാനപരമായ കാര്യമെന്ന് അറിയാനായിട്ട്. സോഫാർ ഈ പറഞ്ഞ മുടക്ക് തന്നെ 18 പേരുടെ നില പരിക്കുകളുണ്ട്. 3 പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. സജീവന്, ഇവിടെ നമുക്കറിയാം, താങ്കൾ പറഞ്ഞതുപോലെ ഒരാഴ്ചക്കുള്ളിൽ നിരവധി അപകടങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഈ മോശം കാലാവസ്ഥയാണോ വില്ലനാകുന്നത്? ഈ കാലാവസ്ഥ അവിടെ പുതിയ കാര്യമല്ല, പക്ഷെ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു ഈ കാലാവസ്ഥയ്ക്കപ്പുറം? അതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഡിബേറ്റ് ചെയ്യപ്പെട്ടത് വാഷിംഗ്ടൺ DC-യിൽ 3 ആഴ്ച മുമ്പ് നടന്ന ആ അപകടമായിരുന്നു. അമേരിക്കൻ എയർലൈൻസ് ഡയറക്റ്റ് ക്ലാഷ് ചെയ്തത് ബ്ലാക്കോ ഹെലികോപ്റ്ററുമായിട്ട്. ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതുവരെയുള്ള ഒരു ഇൻഫർമേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ബ്ലാക്കോ ഹെലികോപ്റ്ററിന്റെ കാലിബറിന്റെ ആ ഒരു റീഡിങ്ങിന്റെ ടെക്നിക്കൽ ഇറർ ആയിട്ടാണ് ഇതുവരെയുള്ള ഒരു ഇൻഫർമേഷൻ വരുന്നത്. എന്നാൽ അലാസ്കയിലേക്ക് പോയ വിമാനം അവിടെ അതിശക്തമായ മഞ്ഞുവീഴ്ചയിൽ പെട്ടാണ് ട്രാപ്പിലായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ 10 പേരുടെ മരണത്തിന് കാരണമായത് അലാസ്ക എയർലൈൻസ് ട്രാജഡിയും അതുപോലെ തന്നെ ഫ്ലോറിഡയിൽ നടന്ന ട്രാജഡിയും. ഒരാൾ പൈലറ്റാണ് മരിച്ചത്. അത് ഒത്തിരിയധികം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളല്ല. എന്നാൽ അതിനുശേഷം നടന്നത് ഫിലഡൽഫിയയിലാണ് വന്നത്. അത് വളരെയധികം റിപ്പോർട്ട് കിട്ടിയിരുന്നു. കാരണം അതൊരു ആവാസ മേഖലയിലേക്കാണ് വന്നു വീണത്, കത്തി വീണത്. അപ്പം അതിനകത്ത് 6 പേര് എയർലൈനിൽ നിന്നും ഒരാള് അവിടെയുള്ള ആവാസ മേഖലയിൽ നിന്നുള്ള അപകടപ്പെട്ടിരുന്നു. അപ്പൊ ഈ ഓരോരോ കാരണങ്ങളാണ്
ആണ് ഓരോ ഇൻസിഡന്റിനും വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തേത് ഒന്നും കൂടെ ഒരു ലോജിക്കലി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാം 40 മൈലിൽ അധികമായുള്ള ഒരു സ്പീഡ് കാറ്റാണ് അത്. അപ്പൊ അത് അതിശക്തമായ ഒരു കാറ്റാണ്. അതോടൊപ്പം തന്നെ മഞ്ഞ് വീഴ്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെയധികം സിവിയർ കാലാവസ്ഥയാണ്. അത് കാനഡയിൽ മാത്രമല്ല, ഈ ടൊറന്റോ ഏരിയയിൽ മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് ഏരിയ മൊത്തം ആ ഒരു സിറ്റുവേഷനിലാണ്. ഇന്നലെ മിനിങ്ങാന്നും ഒക്കെ ആണെങ്കിൽ മിക്സ് ആയിരുന്നു. മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ശക്തമായ റെയിന്, ഒരു സൈഡിൽ കൂടെ ശക്തമായ കാറ്റ്, അതോടൊപ്പം ശക്തമായ മഞ്ഞുവീഴ്ച. അങ്ങനെ ഈ മൂന്നിന്റെയും ഇവിടെ ഒരു പ്രതികൂല കാലാവസ്ഥയുടെ സമ്മിശ്രമായിരുന്നു കാലാവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയും ആ സമയങ്ങളിൽ. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വലിയൊരു അപകടം, അതായത് കഴിഞ്ഞ 2 ആഴ്ച മുൻപുണ്ടായ അപകടത്തിലൊക്കെ മരണങ്ങൾ സംഭവിച്ചിരുന്നു. പക്ഷേ ഇത്തവണ 17 പേർക്ക് പരിക്കുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വാർത്തകൾ മാത്രമാണ്. 80ഓളം യാത്രക്കാരുണ്ടായിരുന്ന വിമാനത്തിൽ ബാക്കിയുള്ള യാത്രക്കാർ രക്ഷപ്പെട്ടു. അവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്കും മറ്റും കടക്കുകയാണ് ആ രാജ്യം. സജിമോൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.